സംഘപരിവാർ നടത്തിയ ആക്രമണങ്ങൾ കേരളത്തിനും മലയാളികൾക്കും അപമാനം. പ്രതികരിച്ച് മുഖ്യമന്ത്രി. ഈ സംസ്കാര ശൂന്യർക്കെതിരെ ഒരുമിച്ച് നിൽക്കണം. എല്ലാ ആഘോഷങ്ങളും സ്നേഹത്തിന്റെ മധുരം പങ്കുവയ്ക്കാനുള്ള അവസരമാണ്. ഒരു മതവിഭാഗത്തിന്റെ ആഘോഷങ്ങളിൽ മറ്റുള്ളവരും ഒത്തുചേരും. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെയുണ്ടായ സംഘപരിവാർ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. കട്ടപ്പനയിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത സംഭവം. 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. ജീവനൊടുക്കിയ സാബു ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച 3 പേരെ സസ്പെൻഡ് ചെയ്തു. റെജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജാമോൾ, ജൂനിയർ ക്ലർക്ക് ബിനോ ജോസ് എന്നിവർക്കെതിരെയാണ് നടപടി. NCC ക്യാമ്പിലെ ഭക്ഷ്യവിഷബാധയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃക്കാക്കര KMM കോളേജിൽ NCC ക്യാമ്പിൽ പങ്കെടുത്ത 72ഓളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു. തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. പ്രശ്നം വഷളായതിനെ തുടർന്ന് ക്യാമ്പ് നിർത്താൻ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ നിർദ്ദേശം നൽകി. 2 ദിവസത്തിനു ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തി ക്യാമ്പ് പുനരാരംഭിക്കാൻ കളക്ടറുടെ നിർദ്ദേശം. വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറി. SFI നേതാക്കൾക്കെതിരെ കേസ്. NCC ക്യാമ്പിലുണ്ടായിരുന്ന സംഘർഷത്തിൽ വനിതാ നേതാവായ ഭാഗ്യലക്ഷ്മി, ആദർശ് പ്രമോദ് എന്നിവർക്കെതിരെ കേസെടുത്ത് തൃക്കാക്കര പോലീസ്. സംഘം ചേർന്ന് സംഘർഷമുണ്ടാക്കി. വനിതാ നേതാവ് അപമര്യാദയായി പെരുമാറിയെന്നും മോശം പരാമർശങ്ങൾ നടത്തിയെന്നും ആരോപണം. മലപ്പുറത്ത് 510 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കാളികാവ് സ്വദേശി മുഹമ്മദ് ഷഫീഖാണ് പിടിയിലായത്. മലപ്പുറം അഴിഞ്ഞിലത്തെ ഹോട്ടലിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നാണ് MDMA പിടികൂടിയത്. 2 സിനിമാ നടിമാർക്ക് വേണ്ടിയാണ് താൻ MDMA കൊണ്ടുവന്നതെന്നാണ് പ്രതിയുടെ മൊഴി. എന്നാൽ ഈ നടിമാർ ആരാണെന്ന് വ്യക്തമല്ല. അല്ലു അർജുനെതിരായ കുരുക്ക് മുറുകുന്നു. അല്ലു അർജുനെ ബൗൺസറായ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ബൗൺസർ സംഘം ആരാധകരെ തള്ളുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അല്ലു അർജുനെ ഇന്ന് ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തിരുന്നു. അതേസമയം അല്ലു അർജുനെതിരെ തെലങ്കാനയിലെ കോൺഗ്രസ് നേതാവ് പരാതി നൽകി. പുഷ്പയിലെ ഒരു രംഗം പോലീസ് സേനയെ തരം താഴ്ത്തുന്നതെന്നായിരുന്നു പരാതി. ഛത്തീസ്ഗഡിൽ ദളിത് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. 3 പേർ അറസ്റ്റിൽ. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. അരി മോഷ്ടിച്ചെന്ന് സംശയിച്ച് മരത്തിൽ കെട്ടിയിട്ട് തല്ലിക്കൊല്ലുകയായിരുന്നു. മുളവടികൾ കൊണ്ട് മർദ്ദിക്കുകയും ചവിട്ടുകയും ഇടിക്കുകയും ചെയ്തു. അരി മോഷ്ടിക്കാൻ ഇര രാത്രിയിൽ തന്റെ വീട്ടിൽ കയറിയെന്നും മുഖ്യപ്രതിയുടെ മൊഴി. അറസ്റ്റിലായ 3 പേരിൽ ഒരു ആദിവാസിയും. ഷെയ്ഖ് ഹസീനയെ അടിയന്തരമായി മടക്കി അയക്കണം. ബംഗ്ലാദേശിന്റെ ആവശ്യത്തിൽ മറുപടി നൽകാതെ ഇന്ത്യ. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അടിയന്തരമായി മടക്കി അയക്കണമെന്ന ആവശ്യത്തിൽ നിലവിൽ പ്രതികരിക്കുന്നില്ലെന്ന് ഇന്ത്യ. ബംഗ്ലാദേശ് കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കൂട്ടക്കൊലയിൽ ഹസീന വിചാരണ നേരിടണമെന്നാണ് ഇടക്കാല സർക്കാരിന്റെ നിലപാട്. ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ഓഗസ്റ്റ് 5 മുതൽ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫി 4ാം ടെസ്റ്റിൽ താൻ കളിക്കുമെന്ന് രോഹിത് ശർമ്മ. നേരത്തെ പരിശീലന സെഷനിൽ കാൽമുട്ടിന് പരിക്കേറ്റ ഇന്ത്യൻ ക്യാപ്റ്റൻ 4ാം ടെസ്റ്റിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. മത്സരത്തിനു മുമ്പുള്ള വാർത്താ സമ്മേളനത്തിലാണ് രോഹിത്തിന്റെ തുറന്നു പറച്ചിൽ. എന്നാൽ ഏത് പൊസിഷനിൽ കളിക്കുമെന്ന ചോദ്യത്തിന് താരം ഉത്തരം നൽകിയില്ല.